നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1928-ൽ ന്യൂബറി മെഡൽ നേടിയ ഒരു അത്ഭുതകരമായ പുസ്തകമാണ്. ധൻ ഗോപാൽ മുഖർജിയുടെ ഗേനെക് ദ സ്റ്റോറി ഓഫ് എ പിജിയൻ. ഒരു പ്രാവിന്റെ കഥയാണെങ്കിലും ഇത് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നതുപോലെ ഇതൊരു സാധാരണ കഥയല്ല. അവന്റെ സന്ദേശങ്ങൾ ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകളാണ്. അതെ, ഇതൊരു വെറും മൃഗത്തിന്റെ കഥയായി കാണരുത്. അതിലും ആഴത്തിലുള്ള പാഠങ്ങൾ ഇതിലുണ്ട്. അപ്പോ നമ്മുടെ കഥയുടെ പശ്ചാത്തലം തിരക്കേറിയ കൽക്കത്ത നഗരമാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരും അതിലേറെ പ്രാവുകളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടം. അവിടെയാണ് നമ്മുടെ കഥാനായകനായ ഗേന് ജനിക്കുന്നത്. ഗേനയ്ക്ക് വെറുമൊരു സാധാരണ പ്രാവല്ലായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും അസാധാരണ കഴിവുകളുള്ളവരായിരുന്നു. സന്ദേശവാഹകയായ അമ്മയിൽ നിന്ന് അവന് വിവേകം കിട്ടി. അതേസമയം സാഹസികനായ അച്ഛനിൽ നിന്ന് ധൈര്യവും ജാഗ്രതയും പാരമ്പര്യമായി ലഭിച്ചു. അവന്റെ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ചിത്രഗ്രീവ അല്ലെങ്കിൽ ഗെയ്നെക്ക്. അതിന്റെ അർത്ഥം വർണ്ണങ്ങളാൽ നിറഞ്ഞ കഴുത്തുള്ളവനെന്നാണ്. വലുതാകുമ്പോൾ അവനുണ്ടാകാൻ പോകുന്ന മനോഹരമായ കഴുത്തിന്റെ ഒരു സൂചനയായിരുന്നു ആ പേര്. എന്നാൽ ഒരു ഇതിഹാസമായി മാറുന്നതിനു മുൻപ് ഗേനെക്കിന് ഒരു വലിയ കടമ്പ് കടക്കാനുണ്ടായിരുന്നു. അതെന്താണെന്നോ? ഏറ്റവും അടിസ്ഥാനപരവും എന്നാൽ ഏറ്റവും അപകടം പിടിച്ചതുമായ ഒരു കാര്യം പഠിക്കണം: എങ്ങനെ പറക്കാമെന്നത്. ആ പരിശീലനം ശരിക്കും പറഞ്ഞാൽ ഭയത്തെ മറികടക്കാനുള്ളൊരു പോരാട്ടമായിരുന്നു. തുടക്കത്തിൽ ഉയരമുള്ള മതിലിൽ മണിക്കൂറുകളോളം പേടിച്ചിരുന്നു. പിന്നെ നിലക്കടല കണ്ടപ്പോ ഒരുവിധം ഒരു ചാട്ടം ചാടി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അവസാനം അവന്റെ അച്ഛൻ അവനെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. അപ്പൊ അവനെ പറക്കാതെ വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ചിറകുകൾ വിരിക്കാൻ നിർബന്ധിതനായി. പിന്നെ അധികം വൈകിയില്ല, അവൻ ആകാശത്ത് അനായാസം പറന്നു നടക്കാൻ പഠിച്ചു. പറക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ അധികം വൈകാതെ തന്നെ അവനൊരു യഥാർത്ഥ പരീക്ഷണത്തെ നേരിടേണ്ടി വന്നു. ആകാശത്തൊരു കറുത്ത പൊട്ടുപോലെ എന്തോ ഒന്ന് അതിവേഗം അടുത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഒരു പരുന്തായിരുന്നു അത്. നേരെ അവനെ ലക്ഷ്യം വെച്ചാണ് അതിന്റെ വരവ്. പക്ഷേ ഭാഗ്യത്തിന് അവന്റെ അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്നോ? ആ പരുന്തിനെ കബളിപ്പിച്ച് അതിവിദഗ്ധമായി പറന്ന് ഗേനെക്കിന്റെ ഇരുവശത്തും ഒരു കവചം പോലെ നിന്നുകൊണ്ട് അവനെ സുരക്ഷിതമായി താഴെയെത്തിച്ചു. എന്നാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ധൈര്യം കൊണ്ട് മാത്രം രക്ഷപ്പെടാനാവില്ലല്ലോ. ഒരു ദിവസം പെട്ടെന്നുണ്ടായ ഒരു മൺസൂൺ മഴയിൽ ഗേനെക്കിന്റെ അച്ഛൻ മരിച്ചു. ആ ദുരന്തത്തിന് കാരണക്കാരനായത് നമ്മുടെ കഥാനായകനായിരുന്നു എന്നത് മറ്റൊരു സങ്കടകരമായ സത്യം. അച്ഛന്റെ മരണശേഷം ആ ചൂടിൽ നിന്നും ഒരു മാറ്റത്തിനായി നമ്മുടെ കഥാനായകൻ ഗേനെക്കിനെയും അവന്റെ അമ്മയെയും കൂട്ടി ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നോ? ഹിമാലയത്തിന്റെ ഗംഭീരമായ കൊടുമുടികളിലേക്ക്. പക്ഷി ആ യാത്രയിലും വിധി അവരെ വെറുതെ വിട്ടില്ല. കഴുകന്മാരുടെ ആ നാട്ടിൽ വെച്ച് വീണ്ടും അപകടം അവരെ തേടിയെത്തി. ഒരു പരുന്ത് അവർക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. ഇത്തവണത്തെ പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ആ പരുന്ത് ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ അതിന്റെ ഇണയുമുണ്ടായിരുന്നു. രണ്ടും കൂടെ അവരെ ആക്രമിക്കാൻ തുടങ്ങി. ആ ഒരു നിർണായക നിമിഷം, സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ ഗേനെക്കിന്റെ അമ്മ ഒരു തെറ്റ് ചെയ്തു. അവർ നേരെ ആ പരുന്തുകൾക്ക് നേരെ പാഞ്ഞു. അതൊരു വലിയ അബദ്ധമായിപ്പോയി. ആ രണ്ട് ക്രൂരന്മാരും ഒരുമിച്ച് അവളുടെ മേൽ ചാടി വീണു. ആകാശമാകെ തൂവലുകൾ കൊണ്ട് നിറഞ്ഞു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് പേടിച്ച് വിറച്ച ഗേനെക്ക് ആകാശത്തുനിന്ന് താഴേക്ക് പതിച്ചു. അവസാനം ഒരു കഴുകന്റെ കൂടിനടുത്തുള്ള പാറയിലാണ് അവൻ അഭയം തേടിയത്. ഗേനെക്കിനെ കാണാതായതോടെ അവനെ കണ്ടെത്താനായി നമ്മുടെ കഥാനായകനും അവന്റെ വഴികാട്ടിയായ ഘോണ്ടും കൂടി ഒരു തിരച്ചിൽ തുടങ്ങി. ആ തിരച്ചിലാണ് അവരെ ഒരു ബുദ്ധവിഹാരത്തിലെത്തിച്ചത്. അവിടെ വെച്ച് തീർത്തും അപ്രതീക്ഷിതമായി ഒരു ലാമ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാവ് ഇന്നലെ ഇവിടെ അഭയം തേടി വന്നിരുന്നു എന്ന്. അതെ, അദ്ദേഹം ഗേനെക്കിനെ കണ്ടു എന്നു മാത്രമല്ല, അവന്റെ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം ആ ലാമ ഒരു വലിയ തത്വശാസ്ത്രം അവരുമായി പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഭയം നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കും. അതിനെ മറികടന്നാൽ അസാധ്യമെന്നു തോന്നുന്നതിനെപ്പോലും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഭയക്കാൻ സ്വയം അനുവദിക്കുന്നവൻ കൊല്ലപ്പെടാനും സ്വയം അനുവദിക്കുകയാണ്. ഈ ഒരു ആത്മീയ പാഠത്തിന്റെ കൂടെ തന്നെ ഘോണ്ട് എന്ന വേട്ടക്കാരന്റെ പ്രായോഗികമായ അറിവുകൾ കൂടി ചേരുമ്പോൾ ചിത്രം പൂർത്തിയാവുന്നു. പ്രകൃതിയിൽ എങ്ങനെയാണ് ഇരയും വേട്ടക്കാരനും അതിജീവനത്തിനായി പോരാടുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്.
ഉദാഹരണത്തിന് ഹിമാലയൻ ഫെസന്റുകൾ അപകടം വരുമ്പോൾ എങ്ങനെ രക്ഷപ്പെടുന്നു എന്നൊക്കെ അദ്ദേഹം വിവരിക്കുന്നു. അങ്ങനെ ലാമയുടെ വാക്കുകളിൽ നിന്നും ഖോണ്ടിന്റെ അറിവിൽ നിന്നും ധൈര്യം ഉൾക്കൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി. അവിടെ അവരുടെ വീട്ടിലെ കൂട്ടിൽ ഗേനെക് അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു സന്തോഷ നിമിഷമായിരുന്നു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. കാരണം ഭയത്തെ അതിജീവിച്ച ഗേനെക് ഇപ്പോ പഴയ ആളല്ല. തന്റെ പുതിയ ധൈര്യം പരീക്ഷിക്കാൻ അവൻ സ്വന്തമായ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. ആ യാത്രയിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കാട്ടുതാറാവുകളുടെ കൂടെ പറന്നു, സ്വിഫ്റ്റുകളുടെ കൂടെ പറന്നു, അവരുടെ അതിജീവന തന്ത്രങ്ങൾ പഠിച്ചു. ഒടുവിൽ തനിച്ചൊരു പരുന്തിനെ വരെ അവൻ തോൽപ്പിച്ചു. അങ്ങനെ ലോകത്തിന്റെ നല്ലതും ചീത്തയും കണ്ട് കൂടുതൽ കരുത്തനായി അവൻ തിരികെ വന്നു. ഗേനെക്കിന്റെ ഈ യാത്രകൾ അവസാനിക്കുമ്പോഴേക്കും ലോകം മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയായിരുന്നു. യൂറോപ്പിലൊരു യുദ്ധം വരുന്നു എന്ന വാർത്തകൾ പരന്നു. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ ഗേനെക്കിനെ ഒരു പുതിയ ദൗത്യത്തിനായി പരിശീലിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഗേനെക്കിന്റെ ജീവിതത്തിലെ അടുത്ത ഏറ്റവും നിർണായകമായ ഘട്ടം തുടങ്ങുകയാണ്. വെറുമൊരു പ്രാവ് ഒരു യുദ്ധത്തിലെ വീരനായ സന്ദേശവാഹകനായി മാറുന്ന കഥ. സമാധാനത്തിന്റെ ചിഹ്നമായ ഒരു പക്ഷിക്ക് എങ്ങനെയാണ് ഒരു യുദ്ധനായകനാകാൻ കഴിയുക, അല്ലേ? ഈ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ഈ കഥ മുന്നോട്ടു പോകുന്നത്. ധൈര്യത്തെയും കടമയും കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് തന്നുകൊണ്ട്.